200-ലധികം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഗംഗ ആശുപത്രിയുടെ ഹോസ്റ്റലിൽ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിദ്യാർത്ഥികൾക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ടിട്ട് ഇന്നലെ രാത്രിയിൽ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. ഇന്നു രാവിലെയും പലരെയും ആശുപത്രിയിലെത്തിച്ച് തിരികെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ മോൾ എന്നോട് പറഞ്ഞത്, അമ്മ ഇവിടെ വന്ന് പാരന്റ്സ് കണ്ടു കഴിഞ്ഞാല്, പാരന്റ്സോ വിസിറ്റേഴ്സോ കണ്ടു കഴിഞ്ഞാല് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അതുപോലെയാണ് കുട്ടികളുടെ അവസ്ഥ ആയിരുന്നതെന്നാണ് എന്റെ മോൾ എന്നോട് പറഞ്ഞത്. ഹോസ്റ്റലിലെ മലിനജലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ ഹോസ്റ്റലിലെ ജലവിതരണം പൂർണ്ണമായും മാനേജ്മെന്റ് നിർത്തി. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ പോലും പുറത്തുനിന്ന് വെള്ളം വാങ്ങുകയാണ് ഇപ്പോൾ. നമ്മുടെ കുട്ടികളാണ് അവിടെ കിടക്കുന്നത്. പരമാവധി എത്രയും പെട്ടെന്ന് അവിടെ ഉള്ളവരെ വിളിച്ചറിയിച്ച് കുട്ടികൾക്ക് വെള്ളമായിട്ടും കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക എല്ലാവരും. ഇക്കാര്യത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.